ചരിത്ര വിജയം നേടിയതിനു പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ചരടുവലികൾ സജീവമാക്കി നേതാക്കൾ. കൂടുതൽ എംഎൽഎമാരുടെ പിന്തുണ തേടി മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനാണ് കെ.സി. വേണുഗോപാലിന്റെ ശ്രമം. വി ഡി സതീശൻ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുമ്പോൾ പാർട്ടിയിലെ സീനിയോറിറ്റി പരിഗണിച്ച് മുഖ്യമന്ത്രിയാക്കണമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. വോട്ടെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചകൾ ചരിത്ര വിജയം നേടിയതോടെ കോൺഗ്രസിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. വി ഡി സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞു. 45ഓളം എംഎൽഎമാരുടെ പിന്തുണയുള്ള കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. AICC നിരീക്ഷകർ കേരളത്തിലെത്തി എംഎൽഎമാരെ നേരിട്ട് കാണും. ഭൂരിപക്ഷം എംഎൽഎമാരും പിന്തുണച്ചാൽ ഇരിക്കൂറോ ആലപ്പുഴയിലോ മത്സരിച്ച് കെ.സി. നിയമസഭയിലേക്കെത്തും. മുഖ്യമന്ത്രി ചർച്ചകൾ ഉയർന്നപ്പോൾ മുതൽ ആ സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഫ്ലെക്സ് വെക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് ഇന്നത്തെയും പ്രതികരണം. മറ്റേതെങ്കിലും പ്രചരണത്തിന്റെ രീതിയിൽ ബോർഡ് വെക്കുന്നുണ്ടോ, ബാനർ വെക്കുന്നുണ്ടോ, എൻ്റെ ആയാലും ആരുടെ ആയാലും വെക്കുന്നുണ്ടോ, മുഖ്യമന്ത്രി തീരുമാനത്തിൽ അതൊരു ഘടകമേ അല്ല. അതെല്ലാം അത്തരം പ്രൊസീജിയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള പരിശ്രമമായിട്ട് കാണാം. കെ.സി. വേണുഗോപാൽ കഴിഞ്ഞാൽ എംഎൽഎമാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ചെങ്കിലും ഭരണം ലഭിച്ചിരുന്നില്ല. എംഎൽഎമാരുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനവും കിട്ടിയില്ല. അതിനാൽ സീനിയോറിറ്റി പരിഗണിച്ച് മുഖ്യമന്ത്രിയാക്കണമെന്ന വാദമാണ് ചെന്നിത്തല ഉയർത്തുന്നത്. 5 വർഷത്തെ നേതൃത്വവും ചരിത്ര വിജയവും ചൂണ്ടിക്കാട്ടിയാണ് വി ഡി സതീശന്റെ നീക്കം. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കും. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകളിൽ ചില നിയുക്ത എംഎൽഎമാർക്ക് അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് നവമാധ്യമങ്ങളിലല്ലെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. സാമൂഹ്യ മാധ്യമങ്ങളെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ട്. അത് ഒരു മാറ്റം ആരും വിചാരിച്ചാലും വരുത്താൻ കഴിയും. കോൺഗ്രസിന്റെ മികച്ച വിജയത്തിന്റെ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു നേതാവിനല്ലെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നതിനിടെ ഡൽഹിയിലും സംസ്ഥാനത്ത് പലയിടത്തും വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. ഡൽഹിയിൽ കേരള ഹൌസിന്റെ സമീപത്ത് കെ.സി. വേണുഗോപാലിനായി കൂറ്റൻ ഫ്ലക്സ് ബോർഡ് ഉയർന്നു. കണ്ണൂരിൽ കെ.സിക്കായി സ്ഥാപിച്ച ബോർഡിനടുത്ത് വി ഡി സതീശനായും ബോർഡ് ഉയർന്നു. കോട്ടയത്ത് കെ.സിയുടെ ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വി ഡി സതീശനായി സ്ഥാപിച്ച ബോർഡും നശിപ്പിച്ചു. 3 നേതാക്കൾക്കുമായി സാമൂഹ്യ മാധ്യമങ്ങളിലും നീക്കം സജീവമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.